പ്രിയമുള്ളവരെ, വചനജ്വാല ഇന്ന് 1800 ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിറഞ്ഞ സന്തോഷത്തോടെ, അതിലേറെ അഭിമാനത്തോടെ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. 1800 ദിനങ്ങൾ പുലർക്കാലങ്ങളിൽ ദൈവത്തിൻ്റെ വചനവും അനുദിന വിശുദ്ധരും നിങ്ങളിൽ ഓരോരുത്തരിലേക്കും എത്തിക്കാൻ ദൈവം എന്നോട് കാണിച്ച അനന്ത സ്നേഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. എല്ലാ മഹത്വവും നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം. നിറഞ്ഞ സന്തോഷം ഒരിക്കൽ കൂടി പങ്കുവെച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ നല്ല ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് 2026 ഓഗസ്റ്റ് 5 ബുധനാഴ്ച. മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിനൊരുക്കമായുള്ള 15 നോമ്പ് 5-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ ദാനിയേലിന്റെ പുസ്തകം 11-ാം അധ്യായം 31 മുതൽ 45 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ഇന്ന് ശ്രവിക്കുക. അവന്റെ സൈന്യം വന്ന് ദേവാലയവും കോട്ടയും അശുദ്ധമാക്കുകയും നിരന്തര ദഹനബലി നിരോധിക്കുകയും ചെയ്യും. അവർ വിനാശത്തിന്റെ മ്ലേച്ഛ വിഗ്രഹം അവിടെ സ്ഥാപിക്കും. ഉടമ്പടി ലംഘിക്കുന്നവരെ അവൻ മുഖസ്തുതി കൊണ്ട് വഴിതെറ്റിക്കും. എന്നാൽ തങ്ങളുടെ ദൈവത്തെ അറിയുന്നവർ ഉറച്ചുനിന്ന് പ്രവർത്തിക്കും. കുറെ കാലത്തേക്ക് അവർ വാളും തീയും അടിമത്തവും കവർച്ചയും കൊണ്ട് വീഴുമെങ്കിലും ജനത്തിന്റെ ഇടയിലെ ജ്ഞാനികൾ അനേകർക്ക് അറിവ് പകരും. വീഴുമ്പോൾ അവർക്ക് സഹായം ലഭിക്കാതിരിക്കുകയില്ല. അവരോട് ചേരുന്ന പലരും കപടോദ്ദേശത്തോടെ ആയിരിക്കും അങ്ങനെ ചെയ്യുക. ജ്ഞാനികളിൽ ചിലർ വീഴും. ജനത്തെ അവസാന ദിവസത്തേക്ക് ശുദ്ധീകരിക്കാനും നിർമ്മലരാക്കി വെണ്മയുറ്റവരാക്കാനും വേണ്ടിയായിരിക്കും അത്. അന്തിമ ദിനം വരാനിരിക്കുന്നതേയുള്ളൂ. രാജാവ് സ്വേച്ഛാനുസൃതം പ്രവർത്തിക്കും. അവൻ തന്നെ തന്നെ ഉയർത്തുകയും സകല ദേവന്മാർക്കും ഉപരിയായി മഹത്വപ്പെടുകയും ദേവന്മാർക്കും ദൈവവുമായവനെതിരെ പരദൂഷണം, ഭീകരദൂഷണം പറയുകയും ചെയ്യും. ക്രോധം പൂർത്തിയാകുന്നതുവരെ അവൻ അഭിവൃദ്ധി പ്രാപിക്കും. എന്തെന്നാൽ നിശ്ചയിക്കപ്പെട്ടത് സംഭവിക്കേണ്ടിയിരിക്കുന്നു. തന്റെ പിതാക്കന്മാരുടെ ദേവന്മാരെയോ സ്ത്രീകളുടെ ഇഷ്ടദേവനെയോ അവൻ കൂട്ടാക്കിയില്ല. എല്ലാവർക്കും ഉപരി തന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നതിനാൽ അവനൊരു ദേവനെയും വകവയ്ക്കുകയില്ല. അവയ്ക്ക് പകരം അവൻ കോട്ടകളുടെ ദേവനെ ആദരിക്കും. തന്റെ പിതാക്കന്മാർ അറിയാത്ത ദേവനെ സ്വർണം, വെള്ളി, രത്നങ്ങൾ, വിലയേറിയ സമ്മാനങ്ങൾ എന്നിവ കൊണ്ട് അവൻ ബഹുമാനിക്കും. ഏറ്റവും ശക്തമായ കോട്ടകളോട് അന്യദേവന്റെ സഹായത്തോടെ അവൻ പൊരുതും. തന്നെ അംഗീകരിക്കുന്നവർക്ക് അവൻ വലിയ ബഹുമതികൾ നൽകും. അവൻ അവരെ അനേകരുടെ മേൽ അധിപതികളാക്കുകയും ദേശം വിഭജിച്ച് അവർക്ക് വിൽക്കുകയും ചെയ്യും. അവസാന നാളിൽ ദക്ഷിണദേശത്തെ രാജാവ് അവനെ ആക്രമിക്കും. പക്ഷേ ഉത്തരദേശ രാജാവ് രഥങ്ങളും അശ്വസേനയും അനേകം കപ്പലുകളുമായി ചുഴലിക്കാറ്റുപോലെ അവനെതിരെ ആഞ്ഞടിക്കും. രാജ്യങ്ങളുടെ മേൽ ഇരച്ചു കയറുകയും ചെയ്യും. അവൻ മഹത്വത്തിന്റെ ദേശത്ത് വന്നെത്തും. 10,000 കണക്കിന് ആളുകൾ വീഴും. എന്നാൽ
ഏദോമും മോവാബും അമ്മോന്യരുടെ പ്രധാന ഭാഗങ്ങളും അവന്റെ കയ്യിൽ നിന്ന് മോചിക്കപ്പെടും. അവൻ സൈന്യങ്ങൾക്കെതിരെ കൈനീട്ടും. ഈജിപ്ത് ദേശം രക്ഷപ്പെടുകയില്ല. അവൻ ഈജിപ്തിലെ സ്വർണവും വെള്ളിയും മറ്റ് അമൂല്യ വസ്തുക്കളും സ്വന്തമാക്കും. ലിബിയക്കാരും എത്യോപ്യക്കാരും അവനെ അനുഗമിക്കും. എന്നാൽ കിഴക്കു നിന്നും വടക്കു നിന്നും വരുന്ന വാർത്തകൾ അവനെ അസ്വസ്ഥനാക്കും. അവൻ മഹാകോപത്തോടെ പുറപ്പെട്ട് അനേകരെ ഉന്മൂലനം ചെയ്യും. അവൻ തന്റെ രാജമന്ദിര സദൃശമായ കൂടാരങ്ങൾ കടലിനും മഹത്വപൂർണമായ വിശുദ്ധഗിരിക്കും ഇടയ്ക്ക് നിർമ്മിക്കും. എങ്കിലും സഹായിക്കാൻ ആരുമില്ലാതെ അവന്റെ ജീവിതം ഒടുങ്ങും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രാജാവായിരുന്ന വിശുദ്ധ ഓസ്വാൾഡിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. സ്വർഗവയൽ എന്ന സ്ഥലത്ത് വെച്ച് കാഡ്വാല രാജാവിനോടുള്ള യുദ്ധത്തിന് മുൻപിൽ മരക്കുരിശു നാട്ടി പിതാവിനോട് പ്രാർത്ഥിച്ച് വിജയിക്കുകയും കാഡ്വാല വധിക്കപ്പെടുകയും ചെയ്തു. ഓസ്വാൾഡ് രാജാവിന്റെ എളിമയും പരസ്നേഹവും വളരെ പ്രകീർത്തിതമാണ്. ഉയർപ്പ് തിരുനാൾ ദിനം ദരിദ്രർക്ക് തയ്യാറാക്കിയ ഭക്ഷണം തികയാതെ വന്നപ്പോൾ തന്റെ മേശമേൽ ഇരുന്ന മാംസം മുഴുവൻ കൊടുത്തയച്ചു. അങ്ങനെ വിശുദ്ധ ഓസ്വാൾഡ് 8 വർഷം ഐശ്വര്യേണ അങ്ങനെ വിശുദ്ധ ഓസ്വാൾഡ് 8 വർഷം ഐശ്വര്യപൂർവം രാജ്യം ഭരിച്ചു. അങ്ങനെയിരിക്കെ പെൻഡ എന്ന ദുഷ്ടരാജാവ് ഓസ്വാൾഡിനെ ആക്രമിക്കുകയും 642 ആഗസ്റ്റ് 5-ാം തീയതി മേസർഫീൽഡിൽ യുദ്ധത്തിനിടയിൽ മരിച്ചു വീഴുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കൈക്കാലുകൾ ഛേദിച്ച് തൂണിന്മേൽ നാട്ടി. അടുത്ത വർഷമാണ് ഒരു സഹോദരൻ ഈ പൂജാവശിഷ്ടങ്ങൾ സംസ്കരിച്ചത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഓസ്വാൾഡിന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വചനജ്വാലയുടെ 1800-ാം ദിനത്തിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസിക്കുന്നു.